രഞ്ജി ട്രോഫിയിൽ കേരളം സെമി ഫൈനലിലെത്തി. ക്വാർട്ടർ ഫൈനലിൽ ജമ്മു കാശ്മീരിനോട് സമനില നേടിയാണ് കേരളം സെമിയിലെത്തിയത്. ആദ്യ ഇന്നിംഗ്സിൽ നേടിയ ഒരു റണ്ണിന്റെ ലീഡാണ് കേരളത്തിന് തുണയായത്. വിവരങ്ങളുമായി നിഖിൽ കുമാർ ചേരുകയാണ്. നിഖിൽ, കേരളത്തിന്റെ പ്രകടനത്തെ എങ്ങനെ വിലയിരുത്താം? നീലിമ, അതായത് ക്വാർട്ടർ ഫൈനലിൽ ആദ്യ ഇന്നിംഗ്സിൽ നേടിയ ഒരു റൺസ്, അതായത് ആ ഒരു റൺസ് ലീഡിന്റെ പിൻബലത്തിൽ കേരളം എന്തായാലും ഇപ്പോൾ രഞ്ജി ട്രോഫിയുടെ സെമി ഫൈനലിലേക്ക് പ്രവേശിക്കുകയാണ്. ഈ വരുന്ന 17-ാം തീയതി നടക്കുന്ന സെമി ഫൈനൽ മത്സരത്തിൽ ഗുജറാത്താണ് കേരളത്തിന്റെ എതിരാളികൾ. എന്തായാലും മത്സരത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ മത്സരത്തിൽ കേരളത്തിന്റെ ഒരു ഓൾറൗണ്ട് മികവ്, ഒപ്പം യുവതാരങ്ങളുടെ അടക്കം പ്രകടനം അത് നിർണായകം തന്നെയാണ്. ബാറ്റിംഗിലും ബോളിംഗിലും ഒരുപോലെ ഇന്ത്യൻ താരങ്ങൾ മികച്ച പ്രകടനം കാഴ്ചവെച്ചു. ഒരു ടീം വർക്കിന്റെ ഫലം തന്നെയാണ് എന്തായാലും ഈ ഒരു സെമി പ്രവേശനം എന്ന് പറയാൻ ഇരിക്കുന്നു. ഇതിലെടുത്ത് പറയേണ്ട കാര്യം, ഇന്ന് കേരളത്തിന്റെ രണ്ടാം ഇന്നിംഗ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ കേരളത്തിന് ആദ്യ ഇന്നിംഗ്സിൽ ഒരു റൺസ് മാത്രമാണ് ലീഡ് ഉണ്ടായിരുന്നത്. ആ ഒരു റൺസ് ലീഡ് ഉള്ളത് കൊണ്ട് തന്നെ രണ്ടാം ഇന്നിംഗ്സിലേക്ക് വരുമ്പോൾ മത്സരം വിജയിച്ചില്ലെങ്കിൽ സമനില വഴങ്ങിയാൽ പോലും കേരളത്തിന് സെമിയിലേക്ക് പ്രവേശിക്കാം എന്ന നിലയിലായിരുന്നു കാര്യങ്ങൾ. അതുകൊണ്ട് തന്നെ തോൽക്കാതിരിക്കുക എന്നുള്ളതായിരുന്നു കേരളത്തിന് മുമ്പുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ദൗത്യം. അത് ആദ്യം അക്ഷയ് ചന്ദ്രനും ഒപ്പം തന്നെ നായകൻ സച്ചിൻ ബേബിയും ഏറ്റെടുക്കുന്ന ഒരു കാഴ്ചയുണ്ടായിരുന്നു. ഇരുവരും 48 റൺസ് വീതമാണ് രണ്ടുപേരും തങ്ങളുടെ സ്കോർ ബോർഡിലേക്ക് ചേർത്തത്. എന്നാൽ അതിലെ ശ്രദ്ധേയകരമായ കാര്യം, അക്ഷയ് ചന്ദ്രൻ 183 പന്തുകൾ നേരിട്ടു, ഒപ്പം സച്ചിൻ ബേബി 162 പന്തുകൾ നേരിട്ടു. അതായത് കരുതലോടെ കളിക്കുന്ന കാഴ്ച, ഇരു താരങ്ങളും കരുതലോടെ കളിക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിച്ചു. പിന്നീട് ഇങ്ങോട്ട് തുടരെ ചില വിക്കറ്റുകൾ, ഇരുവരുടെയും വിക്കറ്റുകൾ നഷ്ടമായി. തുടരെ ജലജ് സക്സനെയും ആദിത്യ സർവ്വതരെയും ഒക്കെ വിക്കറ്റുകൾ കേരളത്തിന് നഷ്ടമായി. പിന്നീട് 7-ാം വിക്കറ്റിൽ നങ്കൂരമിട്ട സൽമാൻ നിസാറും മുഹമ്മദ് അസ്റുദ്ദീനും ഇരുവരും ചേർന്നാണ് എന്തായാലും ഈ ഒരു മത്സരം സമനിലയിലേക്ക് കൊണ്ടുപോയത്. സൽമാൻ നിസാർ 44 റൺസ്, 162 പന്തിൽ നിന്നും 44 റൺസാണ് സ്വന്തമാക്കിയത്. ഒപ്പം തന്നെ മുഹമ്മദ് അസ്റുദ്ദീനിലേക്ക് വന്നാൽ 118 പന്തുകൾ നേരിട്ട അസ്റുദ്ദീൻ 67 റൺസാണ് സ്വന്തമാക്കിയത്. റൺസിനേക്കാൾ ഉപരി ഇവർ ഇത്രയും പന്തുകൾ നേരിട്ടു, ക്രീസിൽ നങ്കൂരമിട്ട് കളിച്ചു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയകരമായ കാര്യം. അങ്ങനെ ഇരുവരും ചേർന്ന മത്സരം സമനിലയിലേക്ക് നയിക്കുകയായിരുന്നു. അങ്ങനെ 295 റൺസ് മത്സരം തീരുമ്പോൾ, സമയം അവസാനിക്കുമ്പോൾ 295 റൺസ് ആണ് കേരളത്തിന് കൂട്ടിച്ചേർക്കുന്നത്. അപ്പോഴും 6 വിക്കറ്റുകൾ മാത്രമാണ് നഷ്ടമായിരുന്നത്. ഇനി സൽമാൻ നിസാറിലേക്ക് വന്നു കഴിഞ്ഞാൽ ആദ്യ ഇന്നിംഗ്സിൽ നമ്മൾ പറഞ്ഞു ഒരു റൺസിന്റെ ആ ഒരു ലീഡാണ് കേരളത്തിന് സ്വന്തമാക്കിയത്. ആ ഒരു റൺസ് ലീഡ് മികച്ച പ്രകടനം തന്നെ കാഴ്ചവെച്ച ഈ ഒരു സൽമാൻ നിസാറിന്റെ പ്രകടനം, സെഞ്ചുറി പ്രകടനം, അതായത് ആദ്യ ഇന്നിംഗ്സിൽ തുടരെ വിക്കറ്റുകൾ നഷ്ടമായപ്പോഴും വാലറ്റത്തെ കൂട്ടുപിടിച്ചുകൊണ്ട് ഒരു സെഞ്ചുറി പ്രകടനം. ശരി നിഖിൽ, രക്ഷകനായി വീണ്ടും സൽമാൻ നിസാർ എത്തുന്ന കാഴ്ചയാണ് കണ്ടത്. ജമ്മു കാശ്മീരിനെതിരെ വീരോചിത സമനിലയുമായി കേരളം സെമിയിൽ എത്തിയിരിക്കുന്നു. നിഖിലാണ് സമഗ്ര വിവരങ്ങൾ പങ്കുവച്ചത്.